എടാ, നിങ്ങൾ ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുവാണോ? എക്സാം ഇങ്ങോട്ട് എത്താറായടാ. ഒരു എക്സാമിന് ഫെയിലായെന്ന് വിചാരിച്ച് നമ്മുടെ എല്ലാ എക്സാമിനും ഫെയിലാവോ? ഒരിക്കലുമില്ല. ഏതെങ്കിലും ഒരു എക്സാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് നമുക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതായിരിക്കും. നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം. അറിയാം, പഠിത്തം എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ ഇല്ലാതാകും. പക്ഷെ നമ്മൾ അതിൽ ഒരു ത്രില്ല് കണ്ടെത്തണം. നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടും കിടന്നുറങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പൈസ വേണം അല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പഠിക്കുമ്പോൾ പലതും നമ്മളെ തളർത്തും, നമ്മളെ വല്ലാതെ അങ്ങോട്ട് പിന്നോട്ട് വിളിക്കും. പക്ഷെ നമ്മൾ അതൊന്നും ഫോക്കസ് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്നാലേ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചെല്ലാൻ പറ്റുള്ളൂ എന്ന് ആത്മവിശ്വാസത്തോടെ നമ്മൾ ഓരോ ഡിസിഷൻസും എടുത്തിട്ട് മുന്നോട്ട് പോകണം. വായിച്ചാലേ നമുക്ക് പലതും അറിയാൻ പറ്റുള്ളൂ. എവറി ടൈം നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. ഒരു മിനിറ്റ് പോലും വെറുതെ കളയരുത്. ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് തൊട്ട് പഠിച്ചു തുടങ്ങിയാലും മതി. നിങ്ങൾക്ക് നിങ്ങളെ എക്സാമിൽ ഹയസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂടെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുക, നേരത്തെ എണീക്കുക, നന്നായിട്ട് ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, മനസ്സ് നല്ല കാമാക്കി വെക്കുക. എങ്കിൽ തന്നെ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ബ്രെയിനിൽ തന്നെ ഉണ്ടാവും. അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് സങ്കടപ്പെട്ട് അയ്യോ ടെൻഷനായി അങ്ങനെ ഇരുന്നാലൊന്നും നമ്മളെ മൈൻഡിൽ ഒന്നും നിൽക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നന്നായിട്ട് ഉറങ്ങണം, അതേ ടൈം നന്നായിട്ട് പഠിക്കണം, ഫോക്കസ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് എത്തണമെന്ന ഒരു ഡിറ്റർമിനേഷൻ നമ്മളുടെ മൈൻഡിലുണ്ടാവണം. അതിന് പിന്നാലെ നമുക്ക് പല റെസ്ട്രിക്ഷൻസും പല തടസ്സങ്ങളും പലതും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യരുത്. നമ്മുടെ എയിം എന്താണ്? ഫസ്റ്റ് എത്തുക, പാസ്സാവുക. എല്ലാവരും നമ്മൾ അത്ഭുതത്തോടെ നോക്കുക. എന്നിട്ട് നമ്മൾ ജീവിക്കുന്നൊരു ലൈഫുണ്ട്. ആ ഒരു പീസ്, ആ ഒരു എന്താ പറയുക, നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി, നമ്മുടെ കയ്യിൽ ക്യാഷ് അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആരാണ്? ആ ഒരു ലെവൽ നമ്മൾ മൈൻഡിൽ എപ്പോഴും പഠിക്കുമ്പോൾ കൊണ്ടുവരിക. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ നല്ലൊരു സക്സസ് ഉണ്ടാവാൻ പറ്റുള്ളൂ. എല്ലാ എക്സാമും ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ.